നല്ല ഭംഗിയുണ്ടല്ലേ, അടിപൊളി. ഇതൊക്കെ വെറുതെ ഇടാൻ പറ്റുമോ? കിട്ടുന്നുണ്ടല്ലോ, കിട്ടുന്നുണ്ടല്ലോ. ആ, ഞാൻ ചൂണ്ടക്കാരി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, വേറെ ചേച്ചിയുടെ. കുഴപ്പമില്ല, കാസ്റ്റ് ചെയ്ത കാണാൻ തന്നെ രസമല്ലേ. ഷേപ്പിലുള്ള ലൂറ അല്ലേ? മുള്ളല്ലേ? ഇത് ഒരുപാട് വലുതാന്ന് മീനാ. കുപ്പി കണ്ടതിനെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ചത്തുപോയി അല്ലേ? അങ്ങനെ ഇടാൻ പറ്റത്തില്ല. ഇത് രണ്ടാണോ കൊഞ്ചാണോ? ഇത് കൊഞ്ച്. പരിഞ്ഞിലുള്ള ടൈപ്പാണ്. ഇനി ഇറക്കോ അല്ലേ? ഇറങ്ങിയല്ലോ, വന്നോട്ടെ. ഇത് നമുക്ക് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? കുത്തി കൊടുത്താൽ മതി. പക്ഷെ വലിയ വെയിറ്റ് ഇല്ല. അത് ഞൊങ്ങ് വലുത് പൊങ്ങ് കിടക്കുക. പൊങ്ങാണോ അത്? അപ്പൊ വെയിറ്റോ? ഇതെന്തോ മീനത്? ഇത് വലുതാവുന്നതായിരുന്നു അല്ലേ? ഇത് നമ്മൾ കടയിൽ മേടിക്കുന്ന സൈസ് ഒന്നും അല്ലേ അല്ലേ? പല്ല് കണ്ടിട്ടാണ്. 3 ഉണ്ട്. താഴെ ഒരെണ്ണം മേളിൽ കണ്ടിട്ടുണ്ട്. പാമ്പിന്റെ കൂട്ടിരിക്കുന്നത് പല്ല്. ഇല്ല, വിഷമുണ്ടോ? നല്ല ടേസ്റ്റ്.
ഉണ്ടോ ചേട്ടാ? ഇല്ലേ ആയില്ലേ? കൊത്തുന്നേ ഉള്ളൂ. ഇത് എത്ര ഉണ്ട് മൊത്തം സെറ്റ് ഇരിക്കുന്നു? ഇത് പുതിയതാണെന്നല്ലോ. ഓക്കെ 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 ഓക്കെ. ഇത് ചേട്ടല്ലേ? അതെന്ത് അതെന്ത് ഇതിന്റെ ബഫർ ഫിഷിന്റെ കൂട്ടുണ്ടല്ലേ? ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? നച്ചിറ. ഇത് വലുതാവുന്നതാണോ? ഇത് കടലിലെ കരിമീനാണ്. ഇത് തൊടാൻ പറ്റുമോ? ഭയങ്കര മുള്ളാണ്. നല്ല ഭംഗിയാണല്ലേ? അടിപൊളി. ഇതൊക്കെ വെറുതെ ഇടാൻ പറ്റുമോ? പല കളറാണല്ലോ ഇത്. റിഫ്ലക്ഷൻ കണ്ടോ? എന്താ വാച്ചറേ? പറഞ്ഞുകൊണ്ട് പിടിക്കണം, അല്ലാതെ ഏതെങ്കിലും പിടിച്ചിട്ട് കാര്യമില്ല. ബെറ്റ് വെച്ചാണ്. പുച്ചറൊക്കെ പിടിച്ച് കട്ട് ചെയ്ത് വിട്. മുള്ളു കണ്ടാലേ പിടിയങ്ങോട്ട് നീര് വെക്കുന്നു അല്ലേ? ഇതങ്ങനെ കിട്ടലില്ല തോന്നുന്നല്ലേ? ഇതുണ്ട് മറ്റേ സാരി പെണ്ണുങ്ങൾ ഇരിക്കുന്ന അത്രയും ഭംഗിയത്. അല്ല, ഇന്ന് ഞാൻ ഇത് പിടിക്കുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ചൂണ്ടയിനെ കിട്ടത്തില്ല. കിട്ടും. ചൂണ്ട ചെറിയ ചൂണ്ടല്ലേ, കൈയിട്ട് പിടിക്കാൻ പറ്റില്ല. ദൂരം നോക്കിയാൽ കറക്റ്റ് കരിമീൻ്റെ ഒരു ആകൃതി. ഞാനും കരിമീൻ കരിമീൻ ഇവിടെ വരുമോ? അല്ല കായൽ. നിങ്ങളവിടെ എവിടുന്നാരാ? ഹരിപ്പാടെന്ന്. എങ്ങനെയാ ഫോട്ടോ എടുത്തതാ? ഇത് വേറെ വെറൈറ്റി മീനാ കണ്ട, പല കളറുള്ള മീനാ. ഇത് സാധാ ചൂണ്ട പരിപാടിയല്ലേ? സാധാ ചൂണ്ടയിടുന്നതല്ലേ അല്ലേ? എന്തോ കാര്യമായ ഒരു കൊത്തുണ്ടല്ലോ ഇവിടെ, ആവേശം കണ്ടു. കാര്യമായ എന്തോ പക്ഷെ അന്ന് വന്നപ്പോൾ പുള്ളി 5-6 രൂപ ഇട്ടാണല്ലോ ഇട്ടോണ്ടത്. ഉണ്ട് വേണ്ട വലുത് വലുത്. ഇത് നെയ്യുള്ളതാണത്. പേടിക്കുന്നത് ഇത് മുള്ളുണ്ടോ? ചേള ബ്ലേഡ് പോലെ ആയിരിക്കും. മറ്റേ ചത്തം തോന്നുന്നല്ലേ?
ഞാൻ ഈ ക്യാമറ ഹെൽമെറ്റ് ഫിറ്റ് ചെയ്ത് അങ്ങ് തരാം. എന്നിട്ട് വൈകുന്നേരം ഞാനിങ്ങ് വന്നാൽ മതി. തിരുവനന്തപുരത്ത് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്ന എവിടെ ഞങ്ങൾ? വണ്ടിക്കകത്തോ? വാൻ ലൈഫ് ആണല്ലേ? ഏത് വണ്ടിയാ? ഇന്നോവ. അല്ല, അപ്പോൾ അവിടെ സ്ഥലമൊന്നുമില്ല നമുക്ക് ഇടാൻ? ആ ഹാ ഹാ. ഇവിടെ പിന്നെ വേസ്റ്റ് ഒന്നും അധികം ഇല്ല, ആയി വരുന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അടുത്തത് ഇവിടെ പേരെന്തായിരുന്നു? സത്താർ. വണ്ടി തന്നെ ഇത് പൊരിച്ചതിനുള്ള സെറ്റപ്പ് ഉണ്ട്. കുക്കറും എല്ലാം ഉണ്ട്. അല്ല ഇത് മറ്റേ ഇല്ല ഗ്യാസ് സ്റ്റവ് ഉണ്ടല്ലോ, മറ്റേ ബ്യൂട്ടൈൻ ഗ്യാസ്. ബ്യൂട്ടൈൻ ഗ്യാസ് ഒരു പാനും ഉണ്ടെങ്കിൽ ഇപ്പം ശരിയാക്കാം. വരുന്നത് മറ്റേ കളർ മീനെ പിടിച്ചില്ലേ ആളുടെ വരുന്നത്? എത്ര പേരുണ്ട്? മൊത്തം 3 പേര്. മറ്റേ ചത്ത്. ഇത് ഐസ് ഇവിടുന്ന് മേടിച്ചാണോ? എപ്പോ മേടിച്ച? രാവിലെ മേടിച്ച് ഇത്ര നിൽക്കുവോ? ഐസ് ബോക്സ് അല്ലേ? എന്നാലും നിൽക്കുവോ? മറ്റേ ഇതിൻ്റെ അത് തെർമോക്കോളല്ലേ? തെർമോക്കോൾ. അതിന് വേണ്ട അതിനൊരു കവറിങ്, പ്ലാസ്റ്റിക്കിന്റെ കവറിങ്. കണവാകുമ്പോഴേ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടാം. അല്ല, ഒരു പ്രാവശ്യം കൊരുപ്പിട്ടാൽ കിടക്കും അത്. എന്താണ്ട് ഈ കൊരുപ്പിൽ തന്നെ ഏകദേശം ഒരു 3-4 മീൻ പിടിച്ചു കഴിഞ്ഞു. മറ്റേ കൊഞ്ചാകുമ്പോൾ പെട്ടെന്ന് മാറ്റണം. കൊഞ്ചാകുമ്പോൾ പെട്ടെന്ന് അത് എടുത്തുകൊണ്ട് പൊക്കളായി. അടുത്തത് പുള്ളി പറഞ്ഞു വെച്ചേക്കാന്ന് തോന്നുന്നു, വരണം. ഇതല്ല നമ്മളല്ല, ചിലപ്പോഴൊക്കെ വേറൊരു വണ്ണുള്ള ചേട്ടൻ വന്നിരിക്കും, 4-5 ഉപ്പിടും എല്ലാത്തിനും കിട്ടും. അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്നു പുള്ളി ഒരു 5-8 ഹുക്കൊക്കെ ആയിട്ട് ഇരിക്കുന്ന ചേട്ടൻ. ഇല്ല, ഇത് എനിക്കൊന്ന് ചുമ്മാ ക്രൈസിന് വന്നിരിക്കുക. വീട്ടിലെത്തും ഇത്. ഇത് ഐസ് നിങ്ങൾ ഇനിയിപ്പോ ഇന്ന് തന്നെ പോവോ? 3 മണിക്കൂറല്ലേ? അതില് ഒരു ഐസ് ബാഗ് കൂടെ മേടിച്ചതിന്റെ പേരിൽ പൊത്തിയാൽ മതി അല്ലേ? ഒരു പടിക്ക് 2 പക്ഷി.
ആചാരോടിക്ക് ഇതാ ബെസ്റ്റ്, ചെറുത് മതി. പിടിച്ചാൽ ഇതാ ചാവൂല, തിരിച്ചു വിട്ടിട്ടൊന്നും കാര്യമില്ല. ഇത് മാനം കണ്ട ചത്തു പോകുന്നത്. അല്ല അല്ല, വലയിലാണേലും അത് മത്തി അങ്ങനെയുള്ള മീനുകളോ. അപ്പോൾ ശരി എന്നാ ഞങ്ങൾ പോവാണ്. പോട്ടെ. ആ അല്ല, അഴീക്കൽ നല്ലൊരു ഫിഷിംഗ് സ്പോട്ടാണ്. പക്ഷെ ആൾക്കാർ ഇപ്പോൾ ഇവിടെ മാലിന്യങ്ങൾ കുറവാണ്. പക്ഷെ ആൾക്കാർ ഈ വന്നുകൊണ്ടിരിക്കുമ്പോൾ കടകളൊക്കെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ആൾക്കാർ വരുന്നതനുസരിച്ച് മാലിന്യത്തിൻ്റെ അളവ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വരുന്ന ആൾക്കാർ കഴിവതും പ്ലാസ്റ്റിക് ബോട്ടിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ ഇവർ കൊണ്ടുവരുന്ന കൂടുതലും കൊഞ്ച്, കണവ അങ്ങനെയുള്ള വേസ്റ്റ്, അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ വരുള്ളൂ. പക്ഷെ അത് ബയോഡീഗ്രേഡബിൾ ആണ്. പക്ഷേ നമ്മൾ ഈ കുപ്പി, പാട്ട, ഐസ്ക്രീം അതിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ വരുമ്പോഴാണ് പ്രശ്നം വരിക. ഇവിടെ മീൻ ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള കാരണം അതുതന്നെയാണ്. മാലിന്യം കുറവാണ് ഇവിടെ, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കുറവാണ്, നാച്ചുറലാണ് എപ്പോഴും. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഇവിടെ മീൻ വന്നിട്ട് എപ്പോഴും ഇവർക്ക് ക്യാച്ച് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഉടനെ ഒരു കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇവിടെ. നമ്മുടെ പുഞ്ച, കണ്ടം, കായലൊക്കെ വിട്ടിട്ട് ഇനി കടലിലേക്ക് നമ്മളിനി ഉടനെ വരുന്നതായിരിക്കും. ചൂണ്ടക്കാരിയാൻ ടീം. ഓക്കെ.